നമസ്കാരം. സിഖ് വിരുദ്ധ കലാപവുമായി ബന്ധപ്പെട്ട കേസിൽ കോൺഗ്രസ് നേതാവ് സജ്ജൻ കുമാർ കുറ്റക്കാരനാണെന്ന് വിധിച്ച് ഡൽഹി കോടതി. ഡൽഹിയിലെ സരസ്വതി വിഹാർ ഏരിയയിൽ 1984 നവംബർ 1 അച്ഛനെയും മകനെയും കൊലപ്പെടുത്തിയ കേസിലാണ് കോൺഗ്രസ് MP ആയിരുന്ന സജ്ജൻ കുമാർ കുറ്റക്കാരനാണെന്ന് ഡൽഹി റോസ് അവന്യൂ കോടതി വിധിച്ചിരിക്കുന്നത്. ജസ്വന്ത് സിംഗ്, മകൻ തരുൺദീപ് സിംഗ് എന്നിവരാണ് 1984 നവംബർ 1 കൊല്ലപ്പെട്ടത്. പഞ്ചാബി ബാഗ് പോലീസ് സ്റ്റേഷനിലാണ് ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തതെങ്കിലും പിന്നീട് പ്രത്യേക അന്വേഷണ സംഘം കേസ് ഏറ്റെടുക്കുകയായിരുന്നു. ജനക്കൂട്ടം സിംഗിനെയും മകനെയും കൊലപ്പെടുത്തി വീട് കൊള്ളയടിച്ച ശേഷം വീടിന് തീയിട്ടു എന്നായിരുന്നു കേസ്. സജ്ജൻ കുമാർ ജനക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നുവെന്ന് മാത്രമല്ല, ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തുവെന്നാണ് കോടതി കണ്ടെത്തിയത്. സിഖ് കലാപവുമായി ബന്ധപ്പെട്ട മറ്റൊരു കേസിൽ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ ജീവപര്യന്തം അനുഭവിക്കുന്നതിനിടയിലാണ് മറ്റൊരു കൊലക്കേസിൽ കൂടി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത്. 1984 പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടതിനു ശേഷം കോൺഗ്രസ് ഗുണ്ടകൾ നടത്തിയ നരഹത്യകളാണ് സിഖ് കലാപമെന്ന് അറിയപ്പെടുന്നത്. ലോകമെമ്പാടും വ്യാപക ആക്രമണങ്ങൾക്ക് വഴിവെച്ച കലാപം 3000 പേരുടെ ജീവൻ എടുത്തിരുന്നു. ഡൽഹിയിൽ മാത്രം 2700-ലധികം പേർ കൊല്ലപ്പെടുകയും ചെയ്തു. 40 വർഷങ്ങൾക്ക് ശേഷവും കലാപവുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ അവസാനിച്ചിട്ടില്ലെന്നതാണ് സത്യം. അക്രമത്തെക്കുറിച്ച് അന്വേഷിക്കാൻ രൂപീകരിച്ച നാനാവതി കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരം ഡൽഹിയിൽ മാത്രം 587 FIR-കൾ രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതിൽ 250 കേസുകളും റദ്ദാക്കപ്പെട്ടു. ഇനി ആരാണ് സജ്ജൻ കുമാർ എന്ന് നോക്കിയാൽ 1970-കളുടെ അവസാനം മുതൽ ഡൽഹി രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവാണ് അദ്ദേഹം. 1977 നടന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലാണ് സജ്ജൻ കുമാർ ആദ്യമായി വിജയം രുചിച്ചത്. അങ്ങനെ കൗൺസിലറായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള NDA പരാജയപ്പെടുത്തി UPA അധികാരത്തിൽ വന്ന 2004-ൽ കോൺഗ്രസ് ടിക്കറ്റിൽ സജ്ജൻ പാർലമെന്റ് അംഗമായി. ജാട്ട് നേതാവായ അദ്ദേഹം 30 വയസ്സുള്ളപ്പോഴാണ് ഔട്ടർ ഡൽഹിയിൽ ആദ്യമായി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നത്. 1991-ലും 2004-ലും അദ്ദേഹം അതേ സീറ്റിൽ വീണ്ടും വിജയിച്ചു. 1991-ൽ അദ്ദേഹം വീണ്ടും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. തുടർന്ന് 2004-ൽ ഇന്ത്യയിലെ ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വോട്ടിന് 8,55,543 വോട്ടിന് അദ്ദേഹം വിജയിച്ചു. ലോക്സഭയിൽ തൊഴിൽ ഭവന മന്ത്രാലയത്തിന്റെ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി അംഗമായിരുന്നു. ആ സമയത്ത് അദ്ദേഹം സഞ്ജയ് ഗാന്ധിയുടെ വിശ്വസ്തനും ബേക്കറി ഉടമയും കൂടിയായിരുന്നു. ഔട്ടർ ഡൽഹിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അദ്ദേഹം പ്രതിനിധീകരിച്ചു. 2005-ൽ തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം അദ്ദേഹം നഗരവികസന കമ്മിറ്റിയിലും പാർലമെന്റ് അംഗങ്ങളുടെ പ്രാദേശിക വികസന കമ്മിറ്റിയിലും അംഗമായി സേവനമനുഷ്ഠിച്ചിരുന്നു. 1984-ൽ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തെ തുടർന്ന് തന്റെ അനുയായികളെ പ്രേരിപ്പിച്ചുവെന്ന കുറ്റമാണ് സജ്ജൻ കുമാറിനെതിരെ ചുമത്തിയത്. കലാപകാരികൾക്ക് രാഷ്ട്രീയ സംരക്ഷണം നൽകിയതായും അദ്ദേഹത്തെക്കുറിച്ച് ആരോപിക്കപ്പെട്ടിരുന്നു.